വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ മുഹമ്മദ് റിയാസ്, നേരത്തെ ഡോക്ടർ ബി എ പ്രകാശ് പറഞ്ഞതുപോലെ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഇതുവരെ പിൻവലിക്കപ്പെട്ട 1000 നോട്ടുകളും 500 നോട്ടുകൾക്കും തുല്യമായ മൂല്യത്തിനുള്ള നോട്ടുകൾ വിപണിയിൽ ഇറക്കണമെങ്കിൽ 6 മാസമെങ്കിലും കഴിയും എന്നതാണ്. പ്രിന്റ് ചെയ്ത് പൂർത്തിയാക്കി വിപണിയിലിറക്കാൻ 4 മുതൽ 6 മാസം വരെ സമയമെടുക്കുമെന്നുള്ള ഒരു സാഹചര്യമുണ്ടെങ്കിൽ ഈ പ്രതിസന്ധി അടുത്തെങ്ങും തീരാൻ പോകുന്നില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ ഇനിയൊരു പ്രക്ഷോഭം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ, അതിന് രാജ്യം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ശക്തമായ ഒരു ഇടപെടൽ, ഇതിനൊക്കെ 31 വരെ കാത്തിരിക്കുകയാണോ പ്രതിപക്ഷം? ഒന്ന്, ആവശ്യാർത്ഥം വേണ്ട നോട്ടുകളുടെ എണ്ണം അടിക്കാൻ ഒരു ദിവസം എത്ര പറ്റുമെന്നൊക്കെ മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. അങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ ഇന്ത്യയിൽ നിലവിൽ ഉപയോഗിക്കുന്ന കറൻസിയുടെ 84% വരുന്ന 1500 നോട്ട് അടിക്കാൻ 5 മാസം തികയില്ല എന്നുള്ളത് പാർലമെൻറ്റ് പോലും മറുപടി പറയാൻ ഭരണകക്ഷിക്ക് സാധിക്കാത്ത പ്രശ്നമാണ്. അപ്പോൾ 5 മാസത്തെ പ്രശ്നം നിൽക്കും. 2, ഹർഷൻ്റെ ചോദ്യത്തിന് ഒരു ഒളിഞ്ഞു കിടക്കുന്നൊരു ചോദ്യമുണ്ട്, പ്രതിപക്ഷം നിഷ്ക്രിയമാണോ എന്നുള്ളത്. പ്രതിപക്ഷം നിഷ്ക്രിയമല്ല. ഇതിൻ്റെ ഭാഗമായി ഉയർന്ന ജനവികാരം, ആ ജനവികാരം സംഘടിത രൂപം ഉണ്ടാവും, ഇല്ലാതെ ഉണ്ടാവും. ചിലത് പറയാതെ നടക്കുന്നുണ്ടാവും. ഇപ്പോൾ BJPയുടെ ശക്തി കേന്ദ്രമായ മധ്യപ്രദേശിലെ ഒരു പ്രധാനപ്പെട്ട ജില്ലയിൽ റേഷൻ കടയിൽ 500 കൊടുത്ത് തിരിച്ചു കിട്ടിയില്ല, ചാക്കടക്ക് എടുത്ത് കൊണ്ടുപോയി. BJPക്ക് വോട്ട് ചെയ്യുകയും BJPയുടെ അനുഭാവികളാവുകയും ചെയ്തവർ ഉൾപ്പെടെ അതിലുണ്ട് എന്നാണ് ഒരു മാഗസിൻ പുറത്തുവിട്ട കാര്യം. അപ്പോൾ സംഘടിത രൂപമുണ്ട്, ജനം സ്വയം പ്രക്ഷോഭം വരുന്നു. കോഴിക്കോട് ജില്ലയിൽ ഒരു ബാങ്ക് അടച്ചു, കേരളത്തിൽ 2 ബാങ്കുകൾ അടച്ചു. ഇതുമായി ബന്ധപ്പെട്ട് നോട്ടില്ലാതെ ജനം പ്രക്ഷുബ്ധരായി ബാങ്ക് അടക്കുന്ന സ്ഥിതി വരുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് ജനം സ്വാഭാവികമായി വികാരം വരുന്ന, അവരോട് ATM, ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്നൊന്നും പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. വീട്ടിൽ ദൈനംദിന കാര്യത്തിന് പൈസ കൊടുക്കുക, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ BJPക്കാരൻ്റെ വീട്ടിലുള്ളവർ അംഗീകരിക്കാൻ പോകുന്നില്ല. പിന്നെ ശ്രീ മുരളീധരൻ ഇവിടെ പറഞ്ഞ സർവേ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു സർവേ ഒന്നും കാണാനില്ല. സർക്കാരിനെതിരെയുള്ള വലിയ വികാരം അതിനകത്ത് വന്നപ്പോൾ കാണാനില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ജനങ്ങൾ ഇതിനെതിരാണ്. അതുകൊണ്ട് ശ്രീ മോഡി ചെയ്യേണ്ടത്, BJP ചെയ്യേണ്ടത്, ഭരണകക്ഷി ചെയ്യേണ്ടത് പറ്റിയ പാളിച്ച തുറന്നു പറയലാണ്. ആരും കള്ളനോട്ട് തടയുന്നതിനെതിരല്ല, കള്ളപ്പണത്തിനെതിരല്ല. ഇവിടെ കള്ളനോട്ട് ഇതുകൊണ്ട് തടയപ്പെടില്ല പൂർണ്ണമായും എന്ന് ശ്രീ മുരളീധരൻ തന്നെ പറയുകയാണ്. എന്നാൽ ഇതല്ലായിരുന്നു തുടക്കത്തിൽ പറഞ്ഞത്. 1500-ൻ്റെയും ഫേക്ക് നോട്ട്, ഫേക്ക് ഇന്ത്യ കറൻസി, FICN ഫേക്ക് ഇന്ത്യ കറൻസി നോട്ടിൻ്റെ കണക്ക് പ്രകാരം തന്നെ 1% താഴെയാണ്. ഇത് നമ്മൾ ചർച്ച ചെയ്ത് എന്തുകൊണ്ട് കള്ളപ്പണക്കാരെ പിടിക്കുന്നില്ല? 627 കള്ളപ്പണക്കാരുടെ ലിസ്റ്റ് ഇവർ പുറത്തുവിടുന്നില്ല. എന്തുകൊണ്ട് പൊതുമേഖലാ ബാങ്കിലെ കിട്ടാക്കടത്തിൻ്റെ ആളുകളായ പാവപ്പെട്ട സാധുക്കളായ അംബാനി, അദാനി എന്നിവരെ കൈകാര്യം ചെയ്യുന്നില്ല? ഈ മരണപ്പെട്ടവരെ നോക്കൂ ഹർഷ, അതിൽ ഏതെങ്കിലും കള്ളപ്പണക്കാരുണ്ടോ? ഈ മരണപ്പെട്ടവരെ നോക്കൂ, ഈ അദാനിയുടെയോ അംബാനിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കള്ളപ്പണക്കാരൻ്റെ വകയിലൊരു ബന്ധുണ്ടോ? ഇല്ലല്ലോ, സാധാരണക്കാരല്ലേ. അപ്പോൾ ഇതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നത് സാധാരണക്കാരാണ്. ഇനി ഈ നയത്തെ പിന്തുണച്ചവരാരൊക്കെ? ഞാൻ വ്യക്തിപരമായ ഓരോ ആളുകളുടെയും പേര് പറയുന്നില്ല. അവർ, അദാനി ഉൾപ്പെടെയുള്ളവർ ഈ നയത്തെ പിന്തുണച്ചു മോഡിജിയുടെ. അപ്പോൾ ഇതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ്. ജനം, ഒന്നും അറിയാത്ത ഗ്രാമീണ മേഖലയിൽ ഉൾപ്പെടെയുള്ള സാധാരണക്കാർ, ജനം, ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്ന് കേൾക്കാത്തവർ ഉൾപ്പെടെയുള്ള കോടികൾ ഇന്ത്യയിൽ ഇതിനെതിരാണ്. ഇതിനെതിരെയുള്ള പ്രക്ഷോഭം ശക്തമായി വരും. അത് സംഘടിതവും അല്ലാതെയും. ആ പ്രക്ഷോഭത്തെ തടയാൻ മാത്രം കരുത്ത് ഇന്ത്യയിലെ ഗവൺമെന്റ് പട്ടാളത്തിറക്കിയാലും സാധിക്കും. ഈ പറഞ്ഞ ഈ ഇന്റർനെറ്റ് ബാങ്കിങ് അടക്കമുള്ള സാഹചര്യങ്ങളോട് മുഖം തിരിച്ചു നിൽക്കേണ്ട ഒരാവശ്യമില്ലല്ലോ ആർക്കും. അത്തരം സാഹചര്യങ്ങളിൽ ഏറ്റവും കാര്യക്ഷമമായി ഇടപെടാൻ കഴിയുന്നത് ഈ ജീവനക്കാർക്ക്, സർക്കാർ ജീവനക്കാർക്കൊക്കെ തന്നെയാണ്. പൂർണ്ണമായി ഈ നിങ്ങളുടെ ഈ ബാങ്കിങ് ഇടപാടുകളൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ സർക്കാരിൻ്റെ ഒരു സങ്കല്പത്തിനനുസൃതമായി ഈ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിലേക്കോ ഈ ക്യാഷ്ലെസ് എക്കോണമി എന്ന സങ്കല്പത്തിലേക്കോ ഒക്കെ കൊണ്ടുപോകാൻ തക്കവണ്ണം പ്രാപ്തമാക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും കാലാനുസൃതമായ ഒരു പരിഷ്കാരങ്ങൾ. അല്ല, ഞാൻ ചോദിക്കുന്നത് സർക്കാർ സംവിധാനത്തിനാണ് അത് ഏറ്റവും, അതിൽ ആ സർക്കാർ സംവിധാനത്തോട് ചേർന്ന് നിൽക്കുന്ന ജീവനക്കാരാണ് ആദ്യം അത് ചിന്തിക്കേണ്ടത്. അതെ, അതിനകത്ത് ഞങ്ങൾ പൂർണ്ണമായിട്ടും അതിനോട് വളരെ തുറന്ന സമീപനം തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ LDF സർക്കാരാണ് ഈ സ്പാർക്ക് വഴിയുള്ള തരത്തിലുള്ള സർക്കാർ ജീവനക്കാരുടെ ശമ്പളങ്ങൾ ഏകോപിപ്പിച്ച് ഒരു നൂതനമായ സോഫ്റ്റ്വെയർ രൂപീകരിച്ചുകൊണ്ട് ഒരു നിയതമായ സംവിധാനം ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് വളരെ ഗുണപരമായ മാറ്റമാണ് ആ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിപ്പോഴെന്ന് പറയുന്നത് ഇതിൻ്റെ സാധ്യത നമുക്ക് പരിശോധിക്കാവുന്നതാണ്. പക്ഷേ ഈ വിശ്വാസമില്ലായ്മ, ജനങ്ങൾക്കിടയിൽ വന്ന ഈ അരക്ഷിതത്വ ബോധം, അത് ഉടനെയൊന്നും പരിഹരിക്കപ്പെടുകയില്ല. അതിൽ നിന്നിട്ട് ഈ പറയുന്ന സർക്കാർ സന്നാഹങ്ങളെയൊക്കെ അവിശ്വസിച്ചുകൊണ്ടുള്ള ഒരു മുൻ സമീപനം, ഒരു മുൻധാരണ
ജനങ്ങൾക്കിടയിലും സാധാരണപ്പെട്ടവർക്കിടയിലും ജീവനക്കാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അത് ആത്യന്തികമായി പരിഹരിക്കുകയാണ് ഈ വിഷയങ്ങൾ പരിഹരിക്കാൻ ഏറ്റവും തീർച്ചയായും. ഡോക്ടർ ബി എ പ്രകാശ്, ഇദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു. ബാങ്കുകൾക്ക്, ഈ RBIക്ക്, സർക്കാരിന് ഒക്കെ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ കയ്യിൽ വന്ന പണം പിന്നീട് ബാങ്കിലും പോകേണ്ട, വേറെ എങ്ങും പോകേണ്ട, അത് കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് ജനം തീരുമാനിക്കുന്നത്. അതങ്ങനെ തന്നെ ജനം ഈ 31 കഴിഞ്ഞും തീരുമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതിനേക്കാൾ കൂടുതൽ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോകില്ലേ? അതായത് ഇപ്പോൾ ഈ വിഷയത്തെപ്പറ്റി ഞാൻ പഠിക്കും തോറും ഇത് വലിയ ഗൗരവമായ, അല്ലെങ്കിൽ പിന്നെ ഒരു ഗവൺമെൻറ്റിനോ RBIക്കോ മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കുള്ള, ഇന്ത്യയിലുള്ള ഏതാണ്ട് 90% ആളുകളെ അഫക്റ്റ് ചെയ്യുന്ന വലിയ ഒരു ഗൗരവമായ ഒരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചില ചർച്ചയിൽ നിങ്ങൾ ഈ ചർച്ചയിൽ ഈ കാര്യങ്ങളിലോ പറയുന്നത് എന്താ ഇതിനൊരു ആൾട്ടർനേറ്റീവ്, ഒരു മറുപടി പറയുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കാണുന്നത് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഇതിൽ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനൊക്കില്ല. കാരണം അക്യൂട്ട് ഷോർട്ടേജ് ഓഫ് കറൻസിയാണ് പ്രശ്നം. അതുകൊണ്ട് ഒരു സൊല്യൂഷൻ എന്നുള്ള നിലയിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, ഈ 500 രൂപ നോട്ടാണല്ലോ ഈ ഏതാണ്ട് 48% കറൻസി. അതെ, ഇത് റദ്ദ് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പുതിയ കറൻസി പ്രിൻ്റ് ചെയ്തില്ല. അപ്പോൾ ഇത് പ്രിൻ്റ് ചെയ്യാനൊരു സമയം വേണം, 4-5 മാസം സമയം വേണം. ആ സമയം അത്രയും കാലം ഈ റദ്ദാക്കിയ 500 രൂപ നോട്ട് കറൻസിയെ വീണ്ടും പിന്നെ വാലിഡായിട്ട് പോകാനായിട്ട് അനുവദിക്കുക. അതായത് RBIക്കും കേന്ദ്ര ഗവൺമെൻറ്റിനും ഈ 500 രൂപ നോട്ട് എത്ര നാൾ പ്രിൻ്റ് ചെയ്യാൻ എത്ര സമയം വേണോ അത്രയും കാലം മതി. അത്രയും കാലം ഇപ്പോഴുള്ള 500 രൂപ നോട്ടിനെ വീണ്ടും വാലിഡായിട്ട് ഉപയോഗിക്കാൻ അനുവദിക്കുക എന്നുള്ളതല്ലാതെ ഞാൻ ഇതിൽ വേറൊരു സൊല്യൂഷൻ കാണും. തീർച്ചയായും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാതെ നിവൃത്തിയില്ല എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആത്മഹത്യാപരമായിരിക്കുകയും ചെയ്യും. തീർച്ചയായും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നാളെയും മറ്റന്നാളും ഒക്കെയായി ഇപ്പോഴത്തെ ഈ സാഹചര്യം എങ്ങനെയാണ് വികസിക്കുന്നത് എന്നത് തന്നെ നമുക്ക് കാത്തിരിക്കാം. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ വി മുരളീധരൻ, ശ്രീ MS ബിജുകുട്ടൻ, ശ്രീ മുഹമ്മദ് റിയാസ്, ഡോക്ടർ BA പ്രകാശ്.